കൽപ്പാത്തിയിൽ ദേവരഥ സംഗമ ദർശന പുണ്യത്തിന് ഭക്തർ. കാശിയിൽപ്പാതി കൽപ്പാത്തിയിൽ ദേവരഥ സംഗമം നടന്നു. ദർശന പുണ്യമേകാൻ പതിനായിരങ്ങൾ കൽപ്പാത്തിയിലെത്തി. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് കൽപ്പാത്തി രഥോത്സവം കാണാനെത്തിയത്. വിശ്വാസികൾക്കിത് പുണ്യക്കാഴ്ചയായിരുന്നു. ഞായറാഴ്ച സന്ധ്യയ്ക്കായിരുന്നു ദേവരഥ സംഗമത്തിന് ഭക്തർ സാക്ഷ്യം വഹിച്ചത്. ജില്ലാ ഭരണകൂടം രഥോത്സവത്തിന് പ്രാദേശിക അവധി പ്രഖ്യാപിക്കാറുണ്ടെങ്കിലും ഞായറാഴ്ചയായതിനാൽ അവധി പ്രഖ്യാപനത്തിന് ആവശ്യം വന്നില്ല. ഒരു വർഷത്തെ കാത്തിരിപ്പിന് സമാപനം കുറിച്ച് മുഖാമുഖമെത്തുന്ന ഗ്രാമദേവതകളെ കാണാൻ ജനമൊഴുകിയെത്തി. ദേവതകളെ വലം വെച്ചും കർപ്പൂരമൊഴിഞ്ഞും കൽപ്പാത്തി ഉത്സവ ലഹരിയിലായി. രണ്ടാം തേരുനാളായ ശനിയാഴ്ച ഉത്സവനാഥനായ വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമിയുടേതുൾപ്പെടെയുള്ള തേരുകൾ പ്രയാണം നടത്തി. ഞായറാഴ്ച വൈകിട്ട് വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമിയുടെയും പരിദേവതകളുടെയും രഥങ്ങൾ പഴയ കൽപ്പാത്തി ലക്ഷ്മീനാരായണ പെരുമാൾ ക്ഷേത്രത്തിൽ നിന്നും പ്രയാണം പുനരാരംഭിച്ചു. ഇതിനു പിന്നാലെ ചാത്തപുരത്തിന്റെയും കൽപ്പാത്തിയുടെയും രഥങ്ങളും പ്രയാണം തുടങ്ങി. ഈ രഥങ്ങൾ കൽപ്പാത്തി വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിനടുത്തുള്ള തേരുമുട്ടിയിലെത്തുന്നതിന് മുൻപായി പുതിയ കൽപ്പാത്തി മന്തക്കര മഹാഗണപതിയുടെ രഥം തിരിച്ചെഴുന്നള്ളിപ്പ് ആരംഭിച്ചു. മറ്റ് 5 രഥങ്ങളും തേരുമുട്ടിയിലെത്തിയതോടെ രഥസംഗമമായി. തുടർന്ന് വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമിയുടെയും പരിവാരദേവതകളുടെയും രഥങ്ങൾ തേരുമുട്ടിയിൽ നിരയ്ക്കു നിർത്തി. രഥപ്രയാണം അവസാനിക്കുന്നതോടെ ഉത്സവമൂർത്തികളെ പുറത്തേക്കെഴുന്നള്ളിച്ചു. രാത്രി നാദസ്വര കച്ചേരിയുടെ അകമ്പടിയോടെ പല്ലക്കിൽ വീണ്ടും ഗ്രാമപ്രദക്ഷിണം നടന്നു. UTV ന്യൂസ്, പാലക്കാട്.